വായ്പാ കുടിശ്ശികയുടെ പേരിൽ 67-കാരിയായ ക്യാൻസർ രോഗിയുടെ പെൻഷൻ തുക ബാങ്ക് പിടിച്ചുവെച്ചതായി പരാതി. കൊച്ചി മാലിപ്പുറത്തെ യൂണിയൻ ബാങ്കാണ് പുതുവൈപ്പ് സ്വദേശി സുലോചനയുടെ പെൻഷൻ തുകയായ 18,000 രൂപ പിടിച്ചുവെച്ചത്. ക്യാൻസർ ചികിത്സയ്ക്ക് പണമില്ലെന്നും ചികിത്സ മുടങ്ങുമെന്ന് അറിയിച്ചിട്ടും ബാങ്ക് അധികൃതർ കേട്ടില്ല എന്ന് സുലോചന പറയുന്നു. പെൻഷൻ തുക ലഭിക്കാതായതോടെ കഴിഞ്ഞ മാസം നടത്തേണ്ടിയിരുന്ന ചികിത്സയും മുടങ്ങി. അലി അക്ബർ ഷായുടെ റിപ്പോർട്ട് കാണാം. എറണാകുളം പുതുവൈപ്പിലെ സുലോചനയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. സുലോചന ക്യാൻസർ രോഗിയാണ്. ഈ മാസം 12-ാം തീയതി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ ക്ഷേമ പെൻഷൻ ഇനത്തിൽ കിട്ടിയ 18,000 രൂപ മാലിപ്പുറത്തെ യൂണിയൻ ബാങ്ക് ബ്രാഞ്ച് പിടിച്ചു വച്ചതുകൊണ്ട് സുലോചനയ്ക്ക് ചികിത്സയ്ക്ക് പോകാൻ സാധിച്ചിട്ടില്ല. സുലോചനയുടെ മകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അത് കുടുംബശ്രീ ലോൺ എടുത്തിരുന്ന് അപ്പം അമ്മക്ക് ഇപ്പം വയ്യാത്തത് കൊണ്ടിട്ട് അടക്കാൻ പറ്റിയില്ല. ഗഡുക്കളും 10-12 തവണയായിട്ട് മുടക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയതിനാൽ കുടുംബശ്രീ ലോൺ മുടങ്ങി. ഞാൻ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ എടുക്കാൻ ചെന്ന സമയത്ത് ലോൺ ഫ്രീസിങ് ആയിരിക്കണേണ്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ബാങ്കിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കുടുംബശ്രീ ലോണിലാണ് 7,900 രൂപ പിടിച്ചേക്കുന്നത്. ബാക്കിയുള്ള പൈസ തരണമെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പലതവണ ഞാൻ ബാങ്കിൽ നടന്ന് 26-ാം തീയതിയാണ് വിളിച്ചിട്ട് പറയണത് 10,000 രൂപയോളം തരാം, ബാക്കി കുടിശ്ശിക പിടിച്ച പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പതിയെ തവണകളായിട്ടായാലും ഈ കുടിശ്ശിക അടച്ചു തീർക്കാന്ന് പറഞ്ഞിരുന്നോ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ കുടിശ്ശിക വന്ന പൈസ തവണകളായി അടയ്ക്കാന്ന് പറഞ്ഞിട്ടും ബാങ്ക് കേട്ടില്ല. ഇല്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങോട്ട് അവളാണ് പോകുന്നത്. അത് പറയുമ്പോൾ ബാങ്ക് എന്താണ് പറയുന്നത്? ഫെബ്രുവരി 12-ാം തീയതി ഇവിടെ കുടുംബശ്രീയിലെ സാറ് വന്നിരുന്നു. അങ്ങനെ പറഞ്ഞ് 1000 രൂപ അടക്കാൻ പറഞ്ഞ് 1000 രൂപ അടച്ച് പിന്നത്തെ മാസം തുടങ്ങി 2,000 രൂപ വെച്ച് നിങ്ങൾ അടക്കണമെന്ന് പറഞ്ഞു. അത് അടക്കാന്നുള്ള ഇത് പറഞ്ഞതിന് ശേഷമാണ് ബാങ്ക് ഫ്രീസ് ചെയ്തത് ലോൺ. ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ 18,000 രൂപയിൽ എന്തൊക്കെ പെൻഷൻ തുകകളുണ്ട്? വിധവ പെൻഷനുണ്ട്, ക്ഷേമ പെൻഷനുണ്ട്, മറ്റേതുണ്ട്. ഇത് MLA ഇടപെട്ടിട്ട് എന്താണ് പറയുന്നത്? MLA വേറെ ഒന്നും പറയും. MLA അടുത്ത് ഞാൻ അപേക്ഷ കൊടുത്തപ്പോഴും MLA അപേക്ഷയും തിരിച്ചെനിക്ക് തന്ന് ബാങ്കിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടും പറഞ്ഞത് ബാങ്കിൽ പിടിച്ച പൈസ ഒന്നും തിരിച്ചു തരാൻ പറ്റില്ല, ബാക്കിയുള്ള പൈസ നിങ്ങൾ വാങ്ങിച്ചിട്ട് പോകുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു പോയി, അപ്പോഴാണ് നടക്കാൻ പറ്റാതായത്. ഇത് സുലോചന ചേച്ചിയുടെ മാത്രം വിഷയമല്ല. ഇന്ന് കേരളത്തിൽ ഇതുപോലെ സ്ത്രീകൾ ഇന്ന് കടക്കണിയിൽപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഓരോ സ്ത്രീകളും ഇന്ന് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇപ്പോൾ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം ഏത് രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ അമ്മയെ ഞങ്ങൾ ബാങ്കിന് മുന്നിൽ ബെഡെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങളവിടെ കൊണ്ടുപോയി കിടത്തി സമരം ചെയ്യും. അതിനുശേഷം തിങ്കളാഴ്ച ഇപ്പോൾ എം പി അറിയിച്ചിട്ടുണ്ട്, നിരവധി സാമൂഹ്യ പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയം ഈ തിങ്കളാഴ്ച ഈ അമ്മയുടെ ഈ ചികിത്സാ ഫണ്ട്, അതായത് ചികിത്സാ ഫണ്ടിനുള്ള പണം ഒരു പൂർണ്ണമായി ബാങ്ക് തരുന്നതിന് വേണ്ടി തന്നെ ഞങ്ങളവിടെ സമരം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരാൾക്കിത് സംഭവിക്കരുത്. സുലോചനാമ്മയുടെ ആരോഗ്യാവസ്ഥ മോശമാണ്. അടിയന്തരമായി ചികിത്സ നൽകേണ്ടതുണ്ട്. എന്ത് ലോൺ കുടിശ്ശികയുടെ പേരിലായാലും ക്ഷേമ പെൻഷനും അതുപോലെ വിധവാ പെൻഷനും ഉൾപ്പെടെയുള്ള തുകകൾ പിടിച്ചുവെക്കുക എന്നത് നിയമവിരുദ്ധമാണ്. അത് ഇത്രയും ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലുള്ള ഒരാളുടെ ജീവിതത്തിലാകുമ്പോൾ വളരെ മനുഷ്യത്വ വിരുദ്ധവുമാണ്. അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ബാങ്ക് അധികാരികൾ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.